ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. പറുദീസയിൽ നിന്ന് പെരുവഴിയിലേക്ക്. പറുദീസയിലായിരുന്നവർ പെരുവഴിയിൽ എത്തി നിൽക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, അനുസരിച്ചാൽ നമുക്കൊള്ളാം. ഇങ്ങനെ ഒരു അനുഭവം ആദിമാതാപിതാക്കൾക്ക് വരാനുണ്ടായത് അനുസരണക്കേടാണ്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു മനുഷ്യൻ ഏത് വിധേനയും പണമുണ്ടാക്കാൻ നോക്കിയിരുന്ന ഒരു മനുഷ്യൻ. പണം ഉണ്ടാക്കാനും പറ്റി. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, പ്രത്യേകിച്ച് ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ പോലും അദ്ദേഹം അപമാനിതൻ, ലജ്ജ അത് വഹിച്ചു നടക്കുന്ന ഒരു വ്യക്തി, ദാരിദ്ര്യം ശരിക്കും അനുഭവിക്കുന്ന ഒരു വ്യക്തി, ദുഷ്പേരിൻ്റെ ആ ഒരു വേദനയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റും. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, എനിക്ക് പറ്റിയത് പണമുണ്ടാക്കാൻ ഞാൻ ഇന്ന വഴിയെന്നൊന്നും നോക്കിയില്ല, ഏത് വഴി, തട്ടിപ്പോ വെട്ടിപ്പോ എന്താണേലും കുഴപ്പമില്ല, ഏത് വഴിക്കും പണമുണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇന്ന് ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് കർത്താവ് വചനത്തിൽ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പണമുണ്ടാക്കാം, പക്ഷേ അത്യുന്നതന്റെ കൽപ്പന ലംഘിച്ചല്ല, കൽപ്പനകൾ അനുസരിച്ച് മാത്രം. പണമുണ്ടാക്കാം, പക്ഷെ അത് പാപവിമുക്തമെങ്കിൽ നല്ലതാണ്. പാപത്തിന്റെ കറയേറ്റതാണെങ്കിൽ നല്ലതല്ല, നമുക്ക് നന്മയായി ഭവിക്കില്ല എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11 മുതൽ മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ പഠിക്കാൻ പരിശ്രമിക്കാം. സുഭാഷിതങ്ങൾ 22 1-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സമ്പത്തിനേക്കാൾ വിലപിടിപ്പുള്ള ഒന്നാണ് സൽപ്പേര്. സൽപ്പേര് കളഞ്ഞ് പണം ഉണ്ടാക്കാനോ കാശുകാരനാകാനോ പോകരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സൽപ്പേര് വലിയ സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ്. എൻ്റെ നേരെ വിപരീതമാണ് ദുഷ്കീർത്തി. പ്രഭാഷകൻ 6-1 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്കീർത്തി അപമാനവും നിന്ദനവും ഉളവാക്കുന്നു. നിന്ദയും അപമാനവും ഉളവാക്കുന്നതാണ് ദുഷ്കീർത്തി. അതിലേക്ക് പോകരുത് എന്നുള്ളത് കർത്താവ് നമുക്ക് നിർദ്ദേശം നൽകുകയാണ്. 6-ാം അധ്യായം 4-ാമത്തെ വചനം, ദുഷിച്ച ഹൃദയം അവനെ തന്നെ നശിപ്പിക്കും. ഈ ദുഷ്കീർത്തിയിലേക്ക് നമ്മൾ വീണു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഹൃദയം ദുഷിച്ചു പോയത്. ഹൃദയം നല്ലതാണെങ്കിൽ അവർക്ക് ആ ഒരു അവസ്ഥയിലേക്ക് അവരുടെ ജീവിതത്തെ തള്ളിവിടാൻ പറ്റത്തില്ല. ദുഷിച്ച ഹൃദയം അവനെ തന്നെ നശിപ്പിക്കുന്നു, ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമാകും. വരാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തെ നന്മയിൽ സൂക്ഷിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനമെടുക്കാം. രണ്ടാമത്തെ കാര്യം, അനുസരണം പറുദീസ ഒരുക്കും, അനുസരണക്കേട് പെരുവഴിയും. ഇതാണ് ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ കാതലായ സന്ദേശം. അവർക്ക് ദൈവം കൊടുത്തിരുന്ന നിർദ്ദേശങ്ങൾ അത് അനുസരിക്കാതെ തന്നിഷ്ടം പ്രവർത്തിച്ചു, ആരുടെയെങ്കിലും വാക്ക് കേട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് പറുദീസയിലായിരുന്നവർ പെരുവഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. ആദിമാതാപിതാക്കൾക്ക് സംഭവിച്ചൊരു കാര്യം, ഇത് നമ്മുടെ ജീവിതത്തിലേക്കും വരാവുന്ന ഒരു കാര്യമാണ്. അനുസരണക്കേട് കാണിച്ചാൽ എന്നുള്ളത് നാം വിസ്മരിക്കരുത്. നിയമാവർത്തനം 11-ാം അധ്യായം അതിൻ്റെ 27-28 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരണക്കേട് കാണിച്ചാൽ ശിക്ഷ ഏൽക്കേണ്ടി വരും. 15-ാം അധ്യായം നിയമാവർത്തനം 15-ന്റെ 5 മുതൽ വായിക്കുമ്പോൾ, ശ്രദ്ധാപൂർവം നീ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതനുസരിച്ച് അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും. യെശയ്യാ 1:18 മുതൽ വായിക്കുമ്പോഴോ, അനുസരിച്ചാൽ അനുഗ്രഹം പ്രാപിക്കാം, ധിക്കാരമാണ് നീ തുടരുന്നത് എങ്കിൽ വാളിനിരയായി തീരും. ഇതിലേത് വേണം എന്നുള്ളത് നീ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നിയമാവർത്തനം 28-ാം അധ്യായം എന്ന് വായിച്ചാൽ അതിൻ്റെ 2-ാമത്തെ വചനം അനുസരിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ബണ്ടിൽ ഓഫ് ബ്ലെസ്സിങ്സ്, ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നിയമാവർത്തനം 28-ന്റെ 1 മുതൽ 14 വരെയുള്ള ആ വചനഭാഗം. 15-ലേക്ക് വരുമ്പോഴോ, നീ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കാം? തുടർന്ന് വരുന്ന വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന അനർത്ഥങ്ങൾ, നഷ്ടങ്ങൾ, നാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എന്താ കാരണം? ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കാതിരുന്നത്. നമുക്കിനി ഇതിൻ്റെ വെളിച്ചത്തിൽ
മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അനുസരിക്കുന്ന കാര്യത്തിൽ 4 തരക്കാരെ നമുക്ക് കാണാൻ പറ്റും. 4 ഗണം ആളുകളെ. ഇനി അത് മനസ്സിലാക്കിയിരുന്നാൽ ഏത് ഗണത്തിലാണ് നാം പെടുന്നത്, മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പെരുമാറാൻ നമുക്ക് സാധിക്കും. ഒന്നാമത്തെ ഗണമാണ് അനുസരണക്കേടിൻ്റെ സന്തതികൾ. ആര് പറഞ്ഞാലും എന്തെല്ലാം സംഭവിച്ചാലും അവര് ദൈവത്തെ അനുസരിക്കത്തില്ല, കൽപ്പനകൾ അനുസരിക്കത്തില്ല, വചനം അനുസരിക്കത്തില്ല. അനുസരണക്കേടിൻ്റെ സന്തതികളായിട്ട് ജീവിക്കുന്നവരെ കാണാൻ പറ്റും. ചിലരെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ പോകത്തുള്ളൂ. അതാണ് അവരുടെ സ്വഭാവ രീതി. എഫേസസ് 2-ാം അധ്യായം 2-ാമത്തെ വചനം, അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്നത് അന്തരീക്ഷ ശക്തികളാണ്. തിന്മ, സാത്താനാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസസ് 2-ന്റെ 3-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ ജഡമോഹങ്ങളിൽ ജീവിച്ച് ക്രോധത്തിൻ്റെ മക്കളായി തീരും. അനുസരണക്കേട് മൂലം സംഭവിക്കാവുന്ന നാശത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജഡമോഹങ്ങളിൽ ജീവിച്ച് ക്രോധത്തിൻ്റെ മക്കളായി തീരും. 1 സാമുവേൽ 15:22 പറഞ്ഞിട്ടുണ്ട്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടമാണ്. രണ്ടാമത്തെ ഗണം ആൾക്കാരാണ് മനുഷ്യരെ കാണിക്കാൻ വേണ്ടി അവരനുസരിക്കും. ഇനി അവസരം കിട്ടിയാൽ ലംഘിക്കുന്നതിന് ഒരു മടിയില്ല. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ മര്യാദയ്ക്കൊക്കെ നിൽക്കും. അവസരം കിട്ടിയാൽ അവര് ആ ഒരു അനുസരണക്കേടും കാണിക്കും. ഇതെന്തിനു വേണ്ടിയാ? മനുഷ്യപ്രീതിക്ക് വേണ്ടി, മനുഷ്യരെ കാണിക്കാൻ വേണ്ടി. അതല്ല നമുക്ക് വേണ്ടത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ചില കാണാൻ സാധിക്കും, ക്യാമറ ഉള്ളിടത്ത്, പോലീസുകാരുള്ളിടത്ത് സ്പീഡൊക്കെ കറക്റ്റായിട്ട് നോക്കി പോകും, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടാനൊക്കെ അവർ മനസ്സ് കാണിക്കും. അതൊന്നും ഇല്ലെങ്കിൽ തോന്നിയാസം പോകും. ഇത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ആരുണ്ടേലും ഇല്ലേലും അവർ കർത്താവിനെ അനുസരിച്ച് മുമ്പോട്ട് പോകും. എനിക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ചിലരുടെ കാര്യം പറഞ്ഞത്, പാതിരായ്ക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോഴും റെഡ് ലൈറ്റ് ആണെങ്കിൽ അവരത് ലംഘിച്ച് പോകത്തില്ല. ഒരു വണ്ടിയും അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ഒന്നും വരുന്നില്ലായിരിക്കാം, എന്നാലും ആ ലൈറ്റ് മാറിയിട്ട് ഗ്രീൻ ലൈറ്റ് വരാൻ വേണ്ടി അവർ നോക്കിയിരിക്കും. ഇനി അവര് മനുഷ്യരെ നോക്കിയോ പോലീസുകാരെ നോക്കിയോ അല്ല അവരവിടെ അനുസരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനത്തേതാണ് ആത്യന്തികമായിട്ടുള്ള അനുസരണം. ഇംഗ്ലീഷിൽ പറയും റാഡിക്കൽ ഒബീഡിയൻസ്. ഇത് ഒരുപാട് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് റാഡിക്കൽ ഒബീഡിയൻസ്. ഉൽപ്പത്തി 22-1 മുതൽ വായിക്കുമ്പോൾ, അബ്രാഹാം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. തൻ്റെ മകനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ചോദ്യവും ഇല്ലാതെ, ഒരു സങ്കുചിതവും ഇല്ലാതെ അവൻ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കാണാൻ പറ്റും. റോമ 4:18 പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ നീതീകരിക്കപ്പെട്ടു, കാരണം അവൻ്റെ വിശ്വാസം അത്ര വലുതായിരുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്നിടത്തും പ്രതീക്ഷിച്ചു. അതവന് നീതീകരണമായി. അവന് വയസ്സാം കാലത്ത് ഒരു കൊച്ചുണ്ടായി. ഇനി അതുകൊണ്ട് തന്നെയാണ് ആ കൊച്ചിന് ദൈവം ആവശ്യപ്പെട്ടിട്ടും ബലി കഴിക്കുന്ന കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകാതെ ആത്യന്തികമായ അനുസരണം അവന് കാണിക്കാൻ സാധിച്ചത്. നമുക്ക് ഈ ഒരു ലെവൽ വരെ എത്താൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ വിശ്വാസവും അനുസരണവും ഒക്കെ വളർത്തിയെടുക്കാനുള്ള ആ ഒരു ആഗ്രഹത്തോടും തീരുമാനത്തോടും കൂടെ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.